ഒരു ഗ്രാമത്തിൽ സമ്പത്ത് എന്ന് പേരുള്ള ഒരാള് തന്റെ ഭാര്യ വിമല പിന്നെ തന്റെ 15 വയസ്സുള്ള മകൾ രാധയോടൊപ്പം ജീവിച്ചു വന്നു. സമ്പത്ത് പാവപ്പെട്ടവനാണ്. അദ്ദേഹത്തിന്റെ ജോലി സ്വീറ്റ് ചെയ്യുന്നതാണ്. സമ്പത്തും കമലയും വളരെ കഷ്ടപ്പെട്ട് രാജാറാമിന്റെ കടയിൽ സ്വീറ്റ് ചെയ്യുന്ന ജോലി ചെയ്യുകയായിരുന്നു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ സമ്പത്തും വിമലയും ബർഫി ചെയ്യുന്നതിൽ ബിസിയായിരുന്നു. ആ സമയത്താണ് രാജാറാം അവിടേക്ക് വന്നത്. സമ്പത്ത്, ഇപ്പോഴൊക്കെ നിന്റെ സ്വീറ്റ് വാങ്ങിട്ട് പോകുന്നവര് എല്ലാരും കംപ്ലൈന്റ് ചെയ്യുകയാണ്. ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നാലേ അതിന്റെ ദിവസം കുറച്ച് ദിവസമേ ഉള്ളൂ. പിന്നെ എന്റെ കസ്റ്റമേഴ്സ് ഒക്കെ എല്ലാരും പുറപ്പെട്ടു പോവും. നിങ്ങൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങളുടെ കടയിൽ വളരെ നല്ല നല്ല സ്വീറ്റ്സ് അല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഈ സ്വീറ്റ്സ് ഒക്കെ പല ഗ്രാമത്തിൽ ഫേമസ് ആണല്ലോ. അദ്ദേഹം പറയുന്നത് നേരാണ് രാജാറാം സർ. മിനിഞ്ഞാന്നാണ് തൊട്ടടുത്തുള്ള ഗ്രാമത്തിന്റെ തലവൻ ഇവിടേക്ക് വന്നത്. അപ്പോൾ അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, സമ്പത്ത്, നിന്റെ കൈകൊണ്ട് കഴിക്കുന്ന സ്വീറ്റ് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ രാജാറാമിന്റെ സ്വീറ്റ് കടയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചാൽ എന്താണ് അർത്ഥം? നിങ്ങൾ ഭാര്യയും ഭർത്താവും ചേർന്നിട്ട് എന്താണ് പറയാൻ വരുന്നത്? നിങ്ങളുള്ളത് കൊണ്ടാണോ എന്റെ കട ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്? ഒരു പക്ഷെ നിങ്ങൾ രണ്ടുപേരും എന്റെ കടയിൽ സ്വീറ്റ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഞാൻ എന്താ തെരുവിലേക്ക് വന്നു പോവോ? നിങ്ങൾ എന്റെ ഭാര്യ പറയുന്ന കാര്യം കേട്ടിട്ട് തെറ്റായിട്ട് ധരിക്കുകയാണ് മുതലാളി. അവൾ പറയാൻ വന്ന കാര്യം അങ്ങനത്തെ ഒരു കാര്യമല്ല. അവൾ എന്താണ് പറയാൻ വന്ന കാര്യം എനിക്ക് വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ നോക്ക്, ഞാൻ നിന്റെ മുതലാളിയാണ്. ഞാൻ നിന്റെ മുതലാളിയുള്ള കാരണം കൊണ്ട് ഞാൻ നിന്നെ കുറച്ച് ചീത്ത പറഞ്ഞു പോയി. സ്വീറ്റ്സ് കുറച്ച് നന്നായിട്ട് ഉണ്ടാക്കാൻ പറഞ്ഞു. ഇതിനെ നിന്റെ ഭാര്യയെ തെറ്റിദ്ധരിച്ചാൽ അതിന് ഞാൻ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോഴാണ് ആ കടയിലെ ജോലിക്കാരനായ ചിൻഡു അവിടേക്ക് വന്നത്. ചിൻഡു വളരെ മടിയനാണ്. അവൻ സമ്പത്ത് വിമല രണ്ടുപേരെ കണ്ടും അസൂയപ്പെടും. മുതലാളി, നിങ്ങൾ 3 പേരും സംസാരിക്കുന്നത് ഞാൻ പുറത്തുനിന്ന് കേട്ടുകൊണ്ടിരുന്നു. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ഇവര് 2 പേരുടെ മനസ്സിൽ ഇവര് എന്താണ് ധരിച്ചുകൊണ്ടിരുന്നത് വെച്ചാൽ അവര് 2 പേരുള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ കട തന്നെ നടത്താൻ പറ്റുന്ന പറയുന്നത്. നുണ പറയല്ലേ ചിൻഡു. അല്ലെങ്കിൽ തന്നെ നീ ഞങ്ങൾ രണ്ടുപേരെയും കണ്ട് ഒരുപാട് അസൂയപ്പെടാറുണ്ട്. ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാ ചെയ്തത്? പിന്നെ എന്തിനാ നീ എപ്പോഴും മുതലാളിയെ ഞങ്ങൾക്കെതിരായി തിരിച്ചുവിടുന്നത്? ഇപ്പൊ നിങ്ങൾ 2 പേരും ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ നിർത്തോ. ശരിക്കും നിങ്ങളുടെ ജോലിയിൽ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കോ. ഇത് പറഞ്ഞിട്ട് രാജാറാം അവിടെ നിന്നും പോയി. സമ്പത്തും വിമലയും അവരുടെ ജോലി തുടർന്ന് ചെയ്യാൻ തുടങ്ങി. വൈകുന്നേരമായപ്പോൾ അവർ രണ്ടുപേരും അവരുടെ വീട്ടിലേക്ക് പോയി. വീട്ടിൽ അവരുടെ മകൾ രാധ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേർക്ക് വേണ്ടി ഞാൻ എത്ര സമയം കൊണ്ട് കാത്തിരിക്കുക? എന്താ കാര്യം? ഞങ്ങൾ രണ്ടുപേരും ദിവസവും ഈ സമയത്തല്ലേ വരുന്നത്. അങ്ങനെയിരിക്കെ നീ എന്തിനാ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നത്? ഇന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇഷ്ടപ്പെട്ടതുപോലെ സാമ്പാർ സാധം ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ചെറിയ പരിപ്പിൽ മുളകാപ്പൊടിയും ഉപ്പും ഇട്ട് ചെയ്തിട്ടുണ്ട്. വാവ് മകളെ, വാവ്. ദൈവം എല്ലാവരും നിന്നെ പോലെ മകളാണ് തരേണ്ടത്. എനിക്ക് അല്ലാതെ തന്നെ വല്ലാതെ വിശക്കുന്നുണ്ട്. പിന്നെ വന്നതിന് ശേഷം ഞങ്ങളെ മനസ്സ് നിറയുന്ന പോലെ നീ ഒരു സന്തോഷമുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വന്നിരിക്കൂ, ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് ആഹാരം എടുത്തു വെക്കാം. അവർ 3 പേരും ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു കഴിഞ്ഞതും രാധ തന്റെ അച്ഛനോട് എന്തു പറഞ്ഞെന്നാൽ, അച്ഛാ, നിങ്ങൾ വളരെ നന്നായിട്ട് സ്വീറ്റ് ചെയ്യുന്നു. നിങ്ങൾ എന്തുകൊണ്ട് സ്വന്തമായി ഒരു സ്വീറ്റ് കട തുറന്നുകൂടാച്ചാ? എന്റെ മനസ്സിലും ഇതുപോലുള്ള ആഗ്രഹം വളരെ വന്നിട്ടുണ്ട് രാധ. പക്ഷെ നിനക്ക് നന്നായിട്ട് അറിയാം, നമ്മളിപ്പോഴത്തെ കുടുംബസ്ഥിതി വളരെ ഇപ്പം മോശമായിട്ടാണുള്ളത്. ഈ നേരത്തിൽ നമ്മൾ എങ്ങനെ സ്വന്തം കട തുടങ്ങാൻ പറ്റുക? നിങ്ങളുടെ അച്ഛൻ പറയുന്നത് വളരെ ശരിയാണ് മോളെ. ഒരുപക്ഷെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നെങ്കിലും കാശ് വാങ്ങി ഒരു കട തുറന്നാൽ പിന്നെ ആ രാജാറാം ആ കട നടത്താൻ നമ്മളെ സമ്മതിക്കില്ല. അച്ഛാ, നിങ്ങൾ രാജാറാമിന്റെ കടയിൽ ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നു. പിന്നെ അമ്മയും നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെട്ട് സഹായിക്കുന്നു. നിങ്ങൾ രണ്ടുപേരും എന്തുകൊണ്ടാ ഞാൻ പറയുന്നത് അനുസരിക്കാത്തത്? നിങ്ങൾ രണ്ടുപേരും കഴിക്കുന്ന സ്വീറ്റ് കഴിക്കാൻ വേണ്ടി ഒരുപാട് ദൂരെ നിന്നൊക്കെ ജനങ്ങൾ രാജാറാമിന്റെ കടയിലേക്ക് വരുന്നുണ്ട്. ഈ കാര്യം കൊണ്ടാണ് നമ്മുടെ രാജാറാം മുതലാളിയും പിന്നെ നിന്റെ അമ്മയ്ക്കും തർക്കമായത്. വലിയൊരു പ്രശ്നമായിരുന്നു അത്. രാജാറാം മുതലാളി ഇവൾ പറഞ്ഞത് കേട്ടിട്ട് വല്ലാതെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അധികം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാനാ? പക്ഷെ നേരിതല്ലേ അച്ഛാ, നിങ്ങൾ സ്വന്തമായി ഒരു കട തുറക്കണം. അതാണ് എന്റെ ആഗ്രഹം. എന്നാലേ ഞാനും ആ കടയിലിരുന്ന് നിങ്ങൾ ചെയ്യുന്ന സ്വീറ്റ് വിൽക്കാൻ എനിക്ക് കഴിയൂ. രാധ പറഞ്ഞത് കേട്ടിട്ട് വിമലയും സമ്പത്തും ചിരിച്ചു. അടുത്ത ദിവസം വിമലയും സമ്പത്തും രാജാറാമിന്റെ കടയിലേക്ക് അവർ പോയി. അവർ രണ്ടുപേരും വന്ന ഉടനെ രാജാറാം അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ 2 പേർക്ക് വേണ്ടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഗ്രാമത്തിന്റെ മുതലാളിക്ക് വേണ്ടി വലിയ അൽവ ചെയ്യാൻ വേണ്ടി ഓർഡർ വന്നിട്ടുണ്ട്.
നിങ്ങൾ ഇന്ന് ദിവസം മുഴുവനും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ജോലി ചെയ്യേണ്ടത്. മുതലാളി, എനിക്ക് അൽവ ചെയ്യുന്നതിന് വലിയ ധർമ്മശാലിയാണ് ഞാൻ. പിന്നെ എൻ്റെ ഭാര്യയും അൽവ വളരെ നന്നായിട്ടുണ്ടാക്കും. നോക്കൂ മുതലാളി, ഞാൻ എൻ്റെ ഭാര്യയും ചേർന്നിട്ട് നല്ല സൂപ്പർ അൽവ ഉണ്ടാക്കിയിട്ട് അടുത്തുള്ള ഗ്രാമത്തെ ജനങ്ങൾ ആ അൽവയും ചേർത്ത് അവരുടെ വിരലും ചേർത്ത് അവർ കഴിക്കാൻ പോവുകയാണ്. ആ അറിയാം, മതി നിർത്തിയാക്കിയേ. എപ്പം നോക്കിയാൽ നിങ്ങൾ രണ്ടുപേര് മാത്രമല്ല പുകഴ്ത്തി പറയുന്നത്. ആദ്യം എവിടുന്ന് പുറപ്പെടോ, ആദ്യം പോയി ആ ജോലി ചെയ്തിട്ട് വരൂ. രാജാറാം പറഞ്ഞത് കേട്ടിട്ട് ഭാര്യയും ഭർത്താവും രണ്ടുപേരും സങ്കടത്തോടെ അവരുടെ ജോലി ചെയ്യാൻ തുടങ്ങി. സമ്പത്തും വിമലയും വൈകുന്നേരത്തിനകം നല്ല സ്വീറ്റുകളൊക്കെ ചെയ്തു വെച്ചു. പക്ഷെ അവർക്കൊരു കാര്യം അറിയില്ല, ചിണ്ടു മറഞ്ഞു നിന്ന് അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നുള്ള കാര്യം. ചിണ്ടു ആ സ്വീറ്റ് കണ്ടിട്ട് ദൂരെ നിന്ന് തന്നോട് തന്നെ എന്തു പറഞ്ഞെന്നാൽ, ഇവർ രണ്ടുപേര് അവരെ പറ്റി എപ്പോൾ നോക്കിയാലും പുകഴ്ത്തി പറയാണല്ലോ. ഇന്ന് രണ്ടുപേര് ഇവിടെ എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ട് ഇവിടുന്ന് അവരെ പുറത്താക്കിയേ പറ്റുള്ളൂ. ഞാനും നോക്കട്ടെ ഉപ്പില്ല അൽവ ആരാണ് കഴിക്കാൻ പോകുന്നെന്ന്, പിന്നെ അറിയാം. ചിണ്ടു അവരില്ലാത്ത സമയം നോക്കി അവർ ചെയ്യുന്ന സ്വീറ്റിൽ ഉപ്പ് അധികമായി ചേർത്തു. വൈകുന്നേരമായപ്പോൾ തൊട്ടടുത്ത ഊരിലെ തലവൻ അവിടേക്ക് വന്നു. എങ്ങനെയുണ്ട് രാജാറാം മുതലാളി? എല്ലാം ദൈവത്തിന്റെ കൃപ തന്നെ മുതലാളി. ചേടാ, ഞാൻ പറഞ്ഞ അൽവ തയ്യാറായിട്ടുണ്ടോ ഇല്ലേ? നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത് മുതലാളി? ഞാൻ രാവിലെ തൊട്ട് നിങ്ങൾക്ക് വേണ്ടിയാണ് അൽവ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ രാജാറാം മുതലാളി, ഞാൻ മറന്നേ പോയി. നിങ്ങളുടെ ഈ കടയിൽ സമ്പത്തും പിന്നെ അയാളുടെ ഭാര്യയല്ലേ ഇവിടെ അൽവ ഉണ്ടാക്കുന്നത്, ശരിയല്ലേ? പിന്നെ അവർ കൈകൊണ്ടുണ്ടാക്കുന്ന ഈ അൽവയാണ് അടുത്തുള്ള ഗ്രാമത്തിലൊക്കെ വളരെ ഫേമസ് ആണല്ലോ. ഞാൻ ഈ ചോദ്യം ചോദിക്കാനുള്ളത് ഒരു ആവശ്യമില്ല. രാജാറാം വളരെ ശബ്ദത്തിൽ അവരെ വിളിച്ചു. എടാ സമ്പത്ത്, തലവർ അവരുടെ അൽവ എടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. വന്നു മുരളി, അൽവ തയ്യാറായിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് സമ്പത്ത് ആ അൽവ എടുത്തുകൊണ്ട് നേരെ പുറത്തേക്ക് വന്നു. ഇത് എടുത്തോളൂ മുരളി, നിങ്ങൾ ചോദിച്ച അൽവ. മുതലാളി, ഒരു പ്രാവശ്യം അൽവ നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കൂ. മുതലാളി, നിങ്ങൾ തന്നെ വളരെ ഇഷ്ടപ്പെടും. ഷടാ, നീ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഒരു സംശയക്കുറവും ഇല്ല. ആ, എനിക്കൊരു പേടിയുണ്ട്. നീ ഉണ്ടാക്കിയ ഈ അൽവയിൽ ഞാനിത് എടുത്തിട്ട് എൻ്റെ വീട്ടിനകത്തേക്ക് കൊണ്ടുപോയാൽ ഇങ്ങോട്ട് പോയി തിരിഞ്ഞു നോക്കിയാൽ അൽവ എന്നെ കാണാണ്ടായി പോവും. കാരണം നീ ഈ അൽവ വളരെ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇത് പറഞ്ഞിട്ട് ആ തലവൻ ആ ഹൽവ വാങ്ങിക്കൊണ്ട് നേരെ പോയി. സമ്പത്തും വിമലയും അവരുടെ വീട്ടിലേക്ക് തിരിച്ചു. അടുത്ത ദിവസം അവർ രണ്ടുപേരും കടയിലേക്ക് വന്നപ്പോൾ അവരുടെ കടയിൽ ഒരു വലിയ കൂട്ടം കൂടി നിന്നു. ആ തലവൻ രാജാറാമിനെ വളരെ ദേഷ്യത്തോടെ നോക്കി നിന്നു. എന്തു പറ്റി മുതലാളി? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമാണോ? നിങ്ങൾ എന്തിനാ ഇത്ര ദേഷ്യമായിട്ട് ഞങ്ങളുടെ മുതലാളിയെ എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്? ഞാൻ ഇന്നലെ എൻ്റെ സിറ്റിയിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിനെ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും വരവേൽക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടുന്ന് അൽവ വാങ്ങിട്ട് വന്നത്. പക്ഷേ ആൽവയിൽ വെറും ഉപ്പ് അല്ലാതെ വേറെ ഒന്നുമില്ല. വന്നവരെല്ലാവരും എന്നെ വല്ലാതെ അവമാനിപ്പിച്ചിട്ടാണ് പോയത്. നിങ്ങളെന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? ഞാൻ എൻ്റെ ഭാര്യയും വളരെ നന്നായിട്ടാണല്ലോ അൽവ ഉണ്ടാക്കിയത്. അതിലെങ്ങനെ ഉപ്പ് വരും? അപ്പോഴാണ് ചിണ്ടു അവിടേക്ക് വന്നത്. രാജാറാമിനോട് എന്തു പറഞ്ഞെന്നാൽ, മുതലാളി, ഇന്നലെ ഞാൻ അവർ അൽവ ഉണ്ടാക്കുമ്പോൾ അവർ ഉപ്പിടുന്നത് എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഇവർ രണ്ടുപേരും നിങ്ങളെ പക വീട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. നീ പറയുന്നത് സത്യമാണ് ചിണ്ടു. ഇപ്പോഴാണ് എനിക്ക് എല്ലാ കാര്യവും മനസ്സിലാവുന്നത്. ഇത് കേട്ടിട്ട് രാജാറാം സമ്പത്ത് പിന്നെ വിമലയെ നോക്കി ദേഷ്യത്തോടെ എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ രണ്ടുപേരും ഇനി എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ആവശ്യമില്ല. ഇവിടുന്ന് പോയേക്കണം, കടക്ക് പുറത്ത്. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ കരുതിയിട്ടേ ഇല്ല സമ്പത്ത് വിമല. എന്റെ വിരുന്നുകാരന് മുമ്പ് എന്നെ നിങ്ങൾ അവമാനിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നിൽക്കാനേ പാടില്ല, മര്യാദയ്ക്ക് പോയിക്കൊള്ളണം. സമ്പത്തും വിമലയും വളരെ സങ്കടത്തോടെ അവിടെ നിന്നും വന്നു. അതിനുശേഷം സമ്പത്തിനും വിമലയ്ക്കും യാതൊരു സ്വീറ്റ് കടയിലും ജോലി കിട്ടിയതേ ഇല്ല. അവർ രണ്ടുപേരും എവിടേക്ക് ചെന്നാലും അവരെ അപമാനപ്പെടുത്തി പുറത്തു പറഞ്ഞുവിടും. കുറച്ചു ദിവസത്തിൽ തന്നെ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ തീരെ മോശമായി മാറി. പിന്നെ അവരുടെ സാമ്പത്തിക അവസ്ഥയും വളരെ മോശമായി മാറി. സമ്പത്ത് ഒരു ദിവസം അവരുടെ വീട്ടിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് അവരുടെ വീടിന്റെ വാതിൽക്കൽ ആരോ വന്ന് തട്ടിക്കൊണ്ടിരുന്നത്. സമ്പത്ത് നോക്കിയപ്പോൾ കാണാൻ ഒല്ലിയായി വളരെ വ്യത്യസ്തമായ ഒരു മനുഷ്യൻ തന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. ആരാണ് നിങ്ങൾ? ഞാനിവിടെ കുറെ ദിവസമായിട്ട് വിശപ്പോടെ ഇരിക്കുകയാണ്. നിങ്ങൾ എനിക്ക് കഴിക്കാൻ വല്ലത് തരാൻ പറ്റുമോ? എന്റെ സ്ഥിതിയും നിന്റെ സ്ഥിതി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഈ നേരത്തിൽ എന്റെ വീട്ടിൽ ഒന്നും ഭക്ഷണം ഇല്ലല്ലോ. എന്നെ കൊണ്ട് നിനക്ക് കഴിക്കാൻ ഒരു ഭക്ഷണം തരാൻ പറ്റില്ല. ഞാൻ എന്താ കേട്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അൽവ വളരെ നന്നായിട്ട് ഉണ്ടാക്കുമെന്നാണ്.
ഇപ്പൊ ചെയ്യുന്നില്ല മോനെ. മുമ്പ് ചെയ്തപ്പോഴാണ്. ഇനി ഞാൻ അൽവ ചെയ്യില്ല എന്ന് തീരുമാനം എടുത്തതാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ ഒരു പാന സമ്പത്തിന് നൽകിയത്. ഇതെന്താണ്? ഇതില് മാവുണ്ട്, പിന്നെ ശർക്കരയും പാലും ഞങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു അൽവ ഉണ്ടാക്കി തന്നെന്താ? ഞാൻ പല ദിവസങ്ങളായിട്ട് വിശപ്പോടെ നിൽക്കാണ്. സമ്പത്ത് വളരെ ആഴ്ന്ന ചിന്തയിൽ മൂழ்കിപ്പോയി. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വിമല അദ്ദേഹത്തോട് പറഞ്ഞത്, ചേട്ടാ, ഇതിൽ എന്താകാൻ പോകുന്നു? വീട്ടിൽ കുറച്ച് പാലും പഞ്ചസാരയുമേ ഉള്ളൂ. അതും നാളെ തന്നെ തീർന്നു പോയേക്കാം. പാവം, അത് ഇദ്ദേഹത്തിന്റെ വയറ്റിൽ ചെന്ന് ചേരുകയാണെങ്കിൽ നല്ലതല്ലേ? പക്ഷേ നമുക്കിപ്പോ അടുപ്പ് കത്തിക്കാൻ വേണ്ടി കുറച്ച് വിറക് പോലും ഇല്ലല്ലോ. പുറത്തു കുറച്ച് വിറകൊക്കെ ഉണ്ട്. നമുക്ക് ഈ അൽവ പുറത്തിരുന്ന് തന്നെ ഇദ്ദേഹത്തിന് വേണ്ടി ചെയ്യാം. സമ്പത്ത് പുറത്തിരുന്ന് അടുപ്പിൽ പാൽ കാച്ചുകയായിരുന്നു. പക്ഷെ ആ മനുഷ്യൻ കൊണ്ടുവന്ന ആ കുറച്ചു കോവ ആ പാലിലേക്ക് ഇട്ടതും തന്നെ അപ്പോൾ പെട്ടെന്ന് ഒരു വെടി പൊട്ടി. പിന്നെ കുറച്ചു സമയത്തിനകം തന്നെ ആ പാൽ വലിയൊരു കൊട്ടാരമായി മാറി. ഇത് കണ്ടിട്ട് സമ്പത്ത് ആ മനുഷ്യനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഇതെന്താണ്? സമ്പത്ത് ഇത്രയേ പറഞ്ഞുള്ളൂ. അപ്പോഴാണ് ആ മനുഷ്യന്റെ രൂപം ഒരു ഭംഗിയുള്ള ഹൽവ മനുഷ്യനായി മാറിയത്. ഞാൻ സ്വീറ്റ്സ് രാജ്യത്തിന്റെ രാജകുമാരനാണ്. ഞങ്ങളുടെ അൽവ ഞങ്ങളുടെ രാജ്യത്തിൽ നിങ്ങൾ ഉണ്ടാക്കുന്ന അൽവ വളരെ ഫേമസ് ആണ്. ഇതുപോലുള്ള രാജ്യത്തിന്റെ പേര് ഞാൻ കേട്ടിട്ടേ ഇല്ലല്ലോ. ഇതൊരു മായ രാജ്യമാണ്. പിന്നെ ഞാൻ നിങ്ങൾക്ക് കൊടുത്ത ആ മാവ്, അത് നിങ്ങളുടെ സമ്മാനമാണ്. നിങ്ങൾ ആ മാവിൽ നിന്ന് ഒരു തൊട്ടെടുത്ത് നിങ്ങൾ ഉണ്ടാക്കുന്ന അൽവയിൽ ഇട്ടാൽ അതൊരു വലിയ കൊട്ടാരമായിട്ട് മാറിപ്പോവും. ആ കൊട്ടാരത്തിനുള്ളിൽ ഒരു മനുഷ്യന്മാർക്ക് ജീവിക്കാനും പറ്റും. പിന്നെ ആ സ്ഥലത്തിൽ അവർക്ക് സ്വീറ്റ് കഴിച്ചിട്ട് സന്തോഷമായിട്ട് ഇരിക്കാം. ഇത് പറഞ്ഞിട്ട് ആ അതിശയ മനുഷ്യൻ പെട്ടെന്ന് മാഞ്ഞുപോയി. ചേട്ടാ, ഇത് നമുക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. ആ ഈശ്വരൻ ഈ മനുഷ്യനെ നമ്മളെ സഹായിക്കാനായി അയച്ചതാണ്. നീ പറഞ്ഞത് വളരെ ശരിയാണ് വിമല. ഇപ്പൊ നോക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന്. ഇന്നും കുറച്ച് ദിവസത്തിൽ തന്നെ ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈ അൽവയിൽ മൊത്തം ലോകം തന്നെ ഇത് വളരെ ഫേമസ് ആവും. സമ്പത്ത് ആ ദിവസത്തിൽ നിന്നും ഹൽവ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി. അദ്ദേഹത്തിന് ഒരുപാട് ദൂരെ നിന്നുമൊക്കെ ഹൽവ കൊട്ടാരങ്ങൾ ഉണ്ടാക്കാൻ ഓർഡർ കിട്ടി. ഇപ്പോഴൊക്കെ ഗ്രാമത്തിൽ ആർക്ക് എവിടെ കല്യാണം നടന്നാലും അവരൊക്കെ സമ്പത്തിന് തന്നെ ഓർഡർ നൽകാൻ തുടങ്ങി. സമ്പത്ത് അവിടേക്ക് ചെന്ന് കൊട്ടാരത്തിന്റെ രൂപത്തിലുള്ള ഹൽവകൾ ചെയ്യും. പിന്നെ ആ കല്യാണത്തിന് വരുന്ന ജനങ്ങളൊക്കെ ആ ഹൽവ വളരെ സന്തോഷത്തോടെ കഴിക്കും. കുറച്ചു ദിവസത്തിൽ തന്നെ സമ്പത്ത് ആ ഗ്രാമത്തിൽ തന്റെ സ്വന്തം ഹൽവ കട തുടങ്ങി. ആ കടയുടെ പേര് ഹൽവ കൊട്ടാരം എന്ന് വെച്ചു. ഒരു ദിവസം എന്തു പറ്റിയെന്നാൽ സമ്പത്ത് തന്റെ കട മൂടിയിട്ട് തന്റെ വീട്ടിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് അവന്റെ പഴയ മുതലാളി രാജാറാം അവിടേക്ക് വന്നത്. എങ്ങനെയുണ്ട് സമ്പത്ത്? ഇപ്പൊ നീ ഞങ്ങളുടെ കടയുടെ ഭാഗത്ത് തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. ഞാൻ കണ്ടിട്ട് എന്താക്കാനാ മുതലാളി? നിങ്ങളല്ലേ ഞങ്ങളെ കടയിൽ നിന്ന് പുറത്താക്കിയത് മുതലാളി. അതും ഞങ്ങളുടെ മേലെ കള്ള സാക്ഷിയാണ് പറഞ്ഞത്. നിങ്ങൾ കൊണ്ട് കാരണമാണ് എനിക്ക് ഒരു കടയിലും ജോലി കിട്ടാത്തത്. ഞാൻ ചെയ്ത കാര്യം എനിക്ക് വല്ലാതെ വിഷമമുണ്ട് സമ്പത്ത്. കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ആ അൽവയിലെ ഉപ്പ് ചിണ്ടുവാണ് ഇട്ടിരിക്കുന്നത്. ഞാൻ അവനെ ജോലി വിട്ട് നിർത്തിയും വെച്ചു. ഇനി അത് സംസാരിച്ച് എന്ത് ചെയ്യാനാ മുതലാളി? ഇപ്പൊ എനിക്ക് സ്വന്തമായിട്ട് ഒരു കടയുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയാം സമ്പത്ത്, നീ ഇപ്പൊ വളരെ ഫേമസ് ആയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് മുതലാളി? നിങ്ങളുടെ കണ്ണിൽ എന്നെ കാണാൻ പറ്റുന്നുണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് എന്തോ ചോദിക്കാൻ വരുന്നുണ്ടെന്ന്. പക്ഷേ നിങ്ങൾ സങ്കടം കൊണ്ട് ഒന്നും പറയാതെ ഇരിക്കുകയാണ്. ശരിക്കും സത്യമാണ് സമ്പത്ത്. ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ മകളുടെ കല്യാണം വെച്ചിരിക്കുകയാണ്. പിന്നെ ചെക്കൻ വീട്ടുകാരെന്താ ചോദിക്കുന്ന വെച്ചാൽ ഈ കല്യാണത്തിൽ നീ ഉണ്ടാക്കുന്ന അൽവ മാലിക രൂപത്തിലുണ്ടാവണമെന്നാ കാത്തിരിക്കുന്നത്. അങ്ങനെയൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ ശ്രമം തന്നെ ഞങ്ങൾ വിട്ടുപോകും. രാജാറാം പറഞ്ഞത് കേട്ടിട്ട് സമ്പത്ത് ചിരിച്ചുകൊണ്ട് എന്തു പറഞ്ഞെന്നാൽ, അത് പിന്നെ ഈ കാര്യം പറയാൻ നിങ്ങൾ എന്തിനാ തയങ്ങുന്നത് മുതലാളി? ഈ കാര്യം നിങ്ങൾ ചെയ്യണം എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഞാൻ എന്താ പറ്റില്ലെന്ന് പറയോ മുതലാളി? നീ വളരെ നല്ല മനുഷ്യൻ തന്നെയാണ് സമ്പത്ത്. നീ തീർച്ചയായിട്ടും എന്നെ സഹായിക്കുന്നത് എനിക്ക് അറിയാം. ഞാൻ നിന്റെ അടുത്ത് വീണ്ടും നിന്നോട് ക്ഷമ ചോദിച്ചോളാം. ദയവായി ഇങ്ങനെ മാപ്പ് ചോദിച്ച് ഞങ്ങളെ നിങ്ങൾ കഷ്ടപ്പെടുത്തല്ലേ. നിങ്ങൾ ഞങ്ങളുടെ മുതലാളിയാണ്. പിന്നെ മുതലാളിക്കും ജോലിക്കാർക്കും ഇങ്ങനെ വഴക്കുണ്ടാകുന്നത് സാധാരണ കാര്യമാണ്. രാജാറാം സന്തോഷത്തോടെ അവിടെ നിന്നും പോയി. സമ്പത്തും വിമലയും രാജാറാമിന്റെ മകളുടെ കല്യാണത്തിന് വളരെ വലിയ ഹൽവ മാളിക ചെയ്തു കൊടുത്തു. ആ ഹൽവ കൊട്ടാരം കണ്ടിട്ട് ചെറുക്കന്റെ വീട്ടുകാരൊക്കെ ഒരുപാട് സന്തോഷിച്ചു. സമ്പത്തും വിമലയും ഇപ്പോഴും കൊട്ടാരം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അവരുടെ കട ലോകം മുഴുവൻ ഒരുപാട് ഫേമസ് ആയി മാറി.